2020 ഞാൻ എൻ്റെ ഏജൻസി സ്റ്റാർട്ട് ചെയ്യുന്നത്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏജൻസി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സ്റ്റാർട്ട് ചെയ്തതിന് ഒരു സ്റ്റോറി ഉണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ 2019 ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നിടത്തു നിന്ന് പല ആൾക്കാരും ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ, സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. പക്ഷേ ഞാനിത് ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷം, 10 വർഷത്തോളം കൂടുതലായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അത് പറയുമ്പോഴത്തേക്ക് നമ്മുടെ എഞ്ചിനീയറിംഗ് കാലഘട്ടത്തിലോട്ട് പോകണം. ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കണം. ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഇതിനകത്തോട്ട് എങ്ങനെ എത്തിച്ചേരണം എന്നുള്ളത് മാത്രം എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ എത്തിച്ചേരും, അത് മാത്രം എനിക്കറിയാം. അപ്പോൾ ആ ഒരു സമയത്ത് ഇതുപോലെ സംരംഭങ്ങൾ തുടങ്ങുന്ന കാര്യങ്ങളെപ്പറ്റി പഠിക്കും, വായിക്കും, എല്ലാം ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആ ഒരു ജേണിയിൽ എന്താണ് തുടങ്ങേണ്ടത് എന്നുള്ള ഐഡിയ മാത്രമില്ല. പക്ഷെ പലതും ഞാൻ നോക്കുന്നത് വെച്ചാൽ അന്ന് എനിക്ക് ഡിഫറൻസ് പോലും അറിയത്തില്ല. ലൈക്ക് പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ് എന്താണ്, സർവീസ് ബേസ്ഡ് ബിസിനസ് എന്താണ്. അപ്പോൾ ഞാൻ കൂടുതലും നോക്കുന്ന പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ്സാണ്. എങ്ങനെ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിങ്ങനെ പല സ്ഥാപനങ്ങളിലും പോയി നോക്കി ഇതൊക്കെ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്താണ് അവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ അന്നൊരു മാഗസീനുണ്ട്, സമ്പാദ്യോ അങ്ങനത്തെ മാഗസീനുണ്ട്. ആ മാഗസീനൊക്കെ വായിച്ചിട്ട് ഓരോ ബിസിനസ്സുകാരും എങ്ങനെയൊക്കെയാണ് ഇതൊക്കെ ചെയ്തേക്കുന്നതെന്നുള്ളത് വായിക്കും. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടൈമിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം പലരും പലരും പറയും ഇതുപോലെ ബാങ്കിങ് സെക്ടറിൽ വർക്ക് ചെയ്യുക അങ്ങനെ. പക്ഷെ ഞാൻ ഈ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ എന്നെക്കൊണ്ട് അതൊന്നും ഒരു ഇൻട്രസ്റ്റേ ഇല്ല. എനിക്കിഷ്ടം എനിക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണം. ആ ടൈമിൽ തന്നെ ഞാൻ ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കയറി. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, എനിക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളൊരു കഴിവുണ്ട്. നന്നായിട്ട് ഒരു കാര്യം ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനാണെങ്കിലും, അതുപോലെ കുഞ്ഞുങ്ങളുടെ കൂടെ ആകുമ്പോഴത്തേക്കും എനിക്ക് നന്നായിട്ട് അവർക്ക് ഇൻട്രാക്ട് ചെയ്യാനും ഒക്കെ പറ്റും എന്നുള്ളത് മനസ്സിലായി. അതിനുശേഷമാണ് ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. പല കമ്പനീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് നിൽക്കുന്ന കമ്പനി എൻ്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റം കൊണ്ടുവന്ന ഒരു കമ്പനിയാണ്. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ആരാണ് ഇന്ന് ഒരുപാട് നാളായിട്ട് തേടിക്കൊണ്ടിരുന്ന ചോദ്യത്തിനൊരു ഉത്തരം കിട്ടുന്നത് ആ ഒരു സ്ഥലത്ത് വന്നപ്പോഴാണ്. കാരണം ഞാൻ എപ്പോഴും എനിക്ക് അന്നത്തെ സമയത്ത് ജേർണലിംഗ് എന്തുവാണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തറിയാമോ, അതിങ്ങനെ എഴുതും. ഞാൻ വളരെയധികം ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാനിങ്ങനെ എല്ലാ ക്വസ്റ്റ്യനും എൻ്റെ മനസ്സിലുണ്ടാകുന്ന എല്ലാ ചോദ്യങ്ങളും ഒരു ഡയറി എടുത്തിട്ട് ദൈവത്തിന് എഴുതുന്ന പോലെ ഇങ്ങനെ എഴുതി വയ്ക്കും. എന്നിട്ട് എൻ്റെ ആഗ്രഹങ്ങളും കാര്യങ്ങളും എല്ലാം എഴുതി വയ്ക്കും. അപ്പോൾ ഞാൻ ആ ഒരു സ്ഥാപനത്തിൽ കയറുമ്പം ഞാൻ അന്ന് വരെ തേടിക്കൊണ്ടിരുന്ന ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ് ആക്ച്വലി എനിക്ക് ആ ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ. കാര്യം അവിടെ ഞാനൊരു റിസർച്ചിലാണ് വർക്ക് ചെയ്യുന്നത്. റിസർച്ച് വർക്ക് ചെയ്യുമ്പം ഫസ്റ്റ് അവർ ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞിട്ട് നമ്മളെ സെലക്ട് ചെയ്തതിന് ശേഷം അതല്ല, ആ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ തന്നെ ഞാൻ ആ സ്ഥാപനത്തിൽ കയറുമ്പോൾ തന്നെ ആദ്യം ഞാൻ ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാതെ തിരിച്ചിറങ്ങി വന്നത്. കാര്യം വെച്ചാൽ അതൊരു ട്രെയിനിങ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥാപനമായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനൊരു ഇൻഡസ്ട്രീനെ പറ്റിയേ എനിക്കറിയത്തില്ല. അപ്പം ഞാൻ പതുക്കെ അവിടെ നിന്ന് ഇതെന്താണോ ഒന്നും മനസ്സിലാവാത്തത് കൊണ്ട് ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ അവിടെ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാതെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നു. അതിനുശേഷം അടുത്ത ആഴ്ചയും ഇതേപോലെ ഞാൻ പത്രം എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് പത്രത്തിൽ സെയിം ആഡ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവർക്ക് എന്താണെന്ന് ഒരുപാട് പേര് വന്നിട്ട് ഇവർക്ക് ആളെ കിട്ടിയില്ല, എന്തുകൊണ്ടാണ് ഇതിടുന്നത്. പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നി എന്താ പറയുമ്പോൾ ഇത് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ്, എനിക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്ലേസ് ആണെന്ന് മനസ്സിലായിട്ട് ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പോയപ്പോൾ ഇതേപോലെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് അറ്റൻഡ് ചെയ്യാതെ പോയില്ലേ, ഇപ്രാവശ്യം എന്തായാലും അറ്റൻഡ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഇൻ്റർവ്യൂ പാസ്സായി എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളെ വിളിക്കുന്നു, ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ് ഒക്കെ കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ ജോയിൻ ചെയ്യുന്നു. അവിടെ റിസർച്ചിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവർ ആദ്യം പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സുകാരെ പറ്റിയുള്ള റിസർച്ച് ചെയ്തിട്ട് നമുക്ക് ഒരു ബുക്കിൻ്റെ വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരുടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ സ്റ്റോറീസ് റിസർച്ച് ചെയ്ത് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അത്രയും കാലവും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ബിസിനസ്സുകാരുടെ സ്റ്റോറീസ് വായിക്കുക, അതിനുള്ള കോൺസെപ്റ്റുകൾ തയ്യാറാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കിത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് ഒരുപാട് പേരുടെ സ്റ്റോറീസ് എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തപ്പം പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു ഇത്രയും പെട്ടെന്ന് റിസർച്ച് ചെയ്ത് കഴിഞ്ഞോ? ഞാൻ പറഞ്ഞു യെസ്. അദ്ദേഹത്തിന് അറിയത്തില്ലല്ലോ ഞാൻ എൻ്റെ ജീവിതകാലം മൊത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ഈ ചോദിക്കുന്നത്. അപ്പം ഞാൻ ആലോചിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊള്ളാമല്ലോ ഈ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യം ജോലിയും ചെയ്യാം, അതിൻ്റെ കൂടെ മന്ത്ലി സാലറിയും കിട്ടും. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു.
അത് കൊള്ളാം, എന്തായാലും ജോയിൻ ചെയ്യാം. അങ്ങനെ ഞാൻ അവിടെ ആ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോഴാണ് ഞാൻ ഈ ഒരു ഇൻഡസ്ട്രീനെ പറ്റി പറയുന്നതും ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മൾ പഠിച്ച പോലെ അല്ല. ഒരുപാട് എൻ്റെ തോട്ട് പ്രോസസ്സിലും എൻ്റെ ലൈഫിൽ തന്നെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കിയ ഒരു സ്ഥാപനം കൂടിയാണ്. കാരണം എൻ്റെ മണീനെ പറ്റിയുള്ള കോൺസെപ്റ്റ്, ലൈഫിനെ പറ്റിയുള്ള കോൺസെപ്റ്റ് എല്ലാം ചേഞ്ച് ചെയ്ത ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് ഞാൻ വിചാരിച്ചു ഇവിടുന്ന് റിസൈൻ ചെയ്യണോ. അപ്പോൾ ആദ്യം ഒരു 3-4-6 months ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇവിടെ കണ്ടിന്യൂ ചെയ്യണോ അതോ റിസൈൻ ചെയ്യണോ, അങ്ങനെ ഒരു മൈൻഡിലൊരു ചോദ്യം ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് ഞാൻ ആക്സിഡൻ്റലി ഒരു വീട്ടിൽ പോയപ്പോൾ ഒരു ബുക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. ആ ബുക്ക് എടുത്ത് വായിച്ച സമയത്ത് ബൈബിളിൽ ജോസഫിൻ്റെ സ്റ്റോറിയാണ് അതിനകത്ത് കൊടുത്തിരുന്നത്. അത് ഞാൻ ആ സ്റ്റോറി വായിച്ചു. പക്ഷേ അതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ജോസഫ് ഈജിപ്തിലാണ്, പിന്നെ ജോസഫ് പിന്നെ അവിടെയാണ് പിന്നെ ജോസഫിനെ ദൈവം എടുത്ത് ഉപയോഗിക്കുന്ന കാര്യം പറയുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇസ്രയേലിലാണ് ജോസഫ് ചിലപ്പോൾ പ്രവർത്തികൾ ചെയ്യേണ്ടത്. പക്ഷേ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇസ്രയേലിലാണ് ദൈവം ജോസഫിനെ എടുത്ത് ഉപയോഗിക്കാൻ ദൈവം തീരുമാനിച്ചൊരു കാര്യം. അപ്പോൾ എനിക്ക് തോന്നി ചില സ്ഥലങ്ങൾ നമ്മൾ വിചാരിക്കുന്ന ചിലപ്പോൾ നമ്മളുടെ ക്യാരക്ടറുമായിട്ടോ പല രീതിയിലോ കണക്റ്റഡ് ആവാത്ത സ്ഥാപനങ്ങളായാൽ പോലും ദൈവം അവിടെ നമ്മളെ കൊണ്ട് ഉപയോഗിക്കാവുന്ന പല കാര്യങ്ങളുണ്ടാവും, നമ്മളെ ഉപയോഗിക്കുന്ന പല സാഹചര്യങ്ങളുണ്ടാവും, നമ്മളെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നി യെസ്, എന്നെ ഉദ്ദേശിക്കുന്ന എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും വളരാനും എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ സിൻസിയറായിട്ട് ചെയ്യുമ്പോൾ എൻ്റെ ലൈഫിലൊരു മാറ്റം ഉണ്ടാകുന്നത് എൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കണ്ടിന്യൂ ചെയ്യാമെന്ന് ഞാൻ തീരുമാനിക്കുന്നു. അവിടെ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ച ഒരു 2-3 years ഞാൻ അവിടെ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു. ഇതേപോലെ തന്നെ ഒരു ടൈമിൽ ഇതേപോലെ ദൈവം അവിടെ സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറയുന്ന ഒരു സമയത്ത് ആണ് ഞാൻ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്ത് ഇറങ്ങുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ എൻ്റെ മനസ്സിൽ യെസ്, ഞാൻ ആരാണ്, എന്താണ്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ ഉള്ള ടീമിനെ വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരെ ആണെങ്കിലും ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യുന്ന ആൾക്കാരെ ആണെങ്കിലും കോണ്ടന്റ് റൈറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരെ എല്ലാം നല്ല രീതിയിൽ എനിക്ക് കണക്ട് ചെയ്യാനും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഗൈഡ് ചെയ്ത് കൊടുക്കാനാണെങ്കിലും അതുമാത്രമല്ല ഞാൻ ക്രിയേറ്റീവായി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് വളരെയധികം പാഷനേറ്റ് ആണെന്ന് എനിക്ക് അന്നാണ് തിരിച്ചറിയുന്നത്. അതുവരെ ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ മൾട്ടി പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്ത് ചെയ്താൽ എനിക്ക് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുമെന്നുള്ളത് ഐഡൻറ്റിഫൈ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഒരാൾക്ക് ഒരു പാട്ട് പാടാൻ കഴിവുണ്ടെങ്കിൽ യെസ്, അയാൾ ഒരു സിംഗറായിട്ട് മാറും, അല്ലെങ്കിൽ മ്യൂസിഷ്യനായിട്ട് മാറും എന്ന് നമുക്ക് തീരുമാനം എടുക്കാം. പക്ഷേ ഈ അല്ലാതെ നിൽക്കുന്ന ആൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവില്ല. അന്നാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്നപ്പോഴാണ് എനിക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിനെ പറ്റിയും ഇങ്ങനൊരു സാധ്യത വരുന്നുണ്ട്, ഇത് ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എനിക്ക് കോണ്ടന്റ് മാർക്കറ്റിങ്ങിൽ നല്ലൊരു സ്ട്രെങ്ത് ഉണ്ടെന്നുള്ളത് മനസ്സിലാവും. നന്നായിട്ട് എഴുതാൻ എന്ന് വെച്ചാൽ എസ്പെഷ്യലി കോണ്ടന്റ് റൈറ്റിംഗ് എൻ്റെ അടുത്ത് ഞാൻ എൻ്റെ വീഡിയോസ് ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ആയിട്ടുള്ള വീഡിയോസാണ് കോണ്ടന്റ് റൈറ്റിംഗ് എന്ന് പറഞ്ഞ വീഡിയോസ്. അപ്പോൾ അതറിയാം, ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നൊക്കെ. ഒന്ന് നല്ല രീതിയിൽ നമുക്ക് പിന്നെ മറ്റുള്ളവരുടെ മൈൻഡ് സെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുന്ന ലാംഗ്വേജിൽ എഴുതാൻ പറ്റുവാണെങ്കിൽ മാർക്കറ്റിംഗ് സ്റ്റൈലേ അങ്ങനെയാണ്. അങ്ങനെ എഴുതാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലേക്ക് ആ ഒരു ജോബിലേക്ക് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് കറക്റ്റായി ഇങ്ങനെ യൂട്യൂബിലൊക്കെ സംസാരിക്കുന്ന സ്ക്രിപ്റ്റുകൾ മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിലും അതിനുള്ളൊരു കാലിബർ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതുമാത്രമല്ല ഇതിനെല്ലാം ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതാണ് കറക്റ്റ് പാത്ത്, ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വീഡിയോ എഡിറ്ററിനാണെങ്കിലും ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഇങ്ങനെ എൻഹാൻസ് ചെയ്യാൻ പറ്റും, ഇന്ന കാര്യങ്ങൾ എലമെൻറ്റും കൂടെ ആഡ് ചെയ്താൽ അത് നന്നായിരിക്കും എന്ന് പറഞ്ഞ് അത് ചെയ്യാനുള്ളൊരു കഴിവ് എനിക്കുണ്ട്. അപ്പോൾ അത് മാത്രമല്ല ഇതിൻ്റെയൊക്കെ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലതും നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. ലൈക്ക് ഒരു ആഡ് റണ്ണാക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും യെസ് ഇത് വർക്കൗട്ട് ആവും, ഇത് നന്നായിട്ട് ആൾക്കാരിലോട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, റിസൾട്ട് ഉണ്ടാകുന്നുണ്ട്, ഇത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതൊരു വലിയൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി യെസ്, ഞാൻ ഇതിനകത്ത് നല്ല എൻ്റെ ഒരു യുണീക്കായിട്ടുള്ള സ്കില്ലും എനിക്ക് നല്ലതായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണെന്ന് മനസ്സിലാക്കി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഒരു ഫ്രീലാൻസ് ചെയ്യാനല്ല പോയത്. ഞാൻ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പറയും, ഒരുപാട് പേര് എനിക്ക് ഫ്രീലാൻസ് ചെയ്യുന്ന ആൾക്കാർ, സ്കിൽഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഫ്രീലാൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ അതിനൊരു പ്രത്യേക ഒരു വീഡിയോ ചെയ്യാം. ഫ്രീലാൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ ഞാൻ ഒരു സ്വന്തമായിട്ടൊരു സ്ഥാപനം, കാരണം എനിക്ക് സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ചെയ്യാൻ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്രയും സ്ട്രെങ്ത് എല്ലാത്തിനും കോർ അങ്ങനെയല്ല. എനിക്ക് അവരെ കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, നല്ലൊരു യുണീക്കായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്
പ്രൊഡക്റ്റ് ഇറക്കാൻ അല്ലെങ്കിൽ സർവീസസ് കൊടുക്കാൻ എന്നെക്കൊണ്ട് സാധിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി ആസ് എൻ ഓൺട്രപ്രണർ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. സോ അവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ പല പല വർക്കുകൾ എടുത്ത് അവർക്ക് ചെയ്യാൻ തുടങ്ങി. അതുപോലെ ക്ലയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരെ മനസ്സിലാക്കി, ഒരു ക്ലയൻറ്റിനെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് കൃത്യമായിട്ട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ എനിക്ക്, എന്ന് വെച്ചാൽ അവർ പറയുന്ന കാര്യങ്ങൾ എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ അവർക്കത് കൃത്യമായിട്ട് പിന്നെ ആ ആശയം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് കറക്റ്റായിട്ടുള്ള സാധനം റിസൾട്ട് കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നത് കൊണ്ട് തന്നെ ക്ലയൻസ് നമ്മളുമായിട്ട് കണക്റ്റഡ് ആവാൻ തുടങ്ങി. അതുപോലെ നല്ല ക്ലയൻസിനെ എനിക്ക് കിട്ടാനും തുടങ്ങി. സോ അതുപോലെ തന്നെ എൻ്റെ ബിസിനസ് ജേർണിയിൽ ആദ്യം തന്നെ ഞാൻ തീരുമാനിച്ചൊരു കാര്യം, അന്ന് തൊട്ടേ എനിക്ക് നല്ല ക്വാളിറ്റി ഉള്ള ക്ലയൻസ് വേണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത്. ദൈവം എനിക്ക് അങ്ങനെയുള്ള ക്ലയൻസിനെയാണ് തന്നിട്ടുള്ളത്. അല്ലാത്ത ഒരു ക്ലയൻസിനെ ഞാൻ എടുക്കാറില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ക്ലയൻറ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനാണെങ്കിലും അതുപോലെ തന്നെ വാല്യൂവിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്, പൈസയേക്കാളും കൂടുതൽ. നമ്മൾ ആ പറയുന്ന മണിക്ക് വാല്യൂ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര രൂപ മുടക്കാനും എനിക്ക് മണി പ്രശ്നമല്ല. എനിക്ക് എൻ്റെ ടൈം എനിക്ക് സേവ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്കൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് അന്ന് മുതൽ ഞാൻ എൻ്റെ കസ്റ്റമറായിട്ടും എൻ്റെ ക്ലയൻറ്റായിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ. ആദ്യം തുടക്ക സമയത്ത് തന്നെ അതൊരു തീരുമാനിച്ചൊരു കാര്യമാണ്. അല്ലാതുള്ള ഒരാളെയും ഞാൻ ആദ്യ സമയത്ത് തന്നെ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ചെയ്തു തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. കാര്യം അതെനിക്കറിയാം അത് എൻ്റെ ഒരു വാല്യൂ സിസ്റ്റത്തിന് കറക്റ്റായിട്ട് വർക്കൗട്ട് ആവില്ല. അപ്പോൾ ആദ്യം തന്നെ ക്വാളിറ്റി ഉള്ള ക്ലയൻസിനെ തന്നെയാണ് ഞാൻ എടുത്തു തുടങ്ങിയത്. സോ നമ്മൾ പറഞ്ഞു വന്നത്, നമുക്ക് അങ്ങനെ അങ്ങനെ ഈ 2019 ഡിസംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബറൊക്കെ ആവുന്ന സമയത്ത് ഞാൻ പിന്നെ എന്തായാലും എനിക്കൊരു അന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏജൻസി ആയിട്ടല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, കോണ്ടന്റ് മാർക്കറ്റിംഗ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാര്യം വെച്ചാൽ എനിക്ക് കുറച്ചും കൂടി സ്ട്രെങ്ത് ഉള്ള ഏരിയ എന്ന് വെച്ചാൽ കോണ്ടന്റ് റൈറ്റിംഗിലാണ്. റൈറ്റിംഗ് പ്രൊഫഷണൽസിനെ വെച്ചിട്ട് ചെയ്യാം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലുള്ള വരുന്ന വർക്കുകൾ വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിലും ഡിസൈനിങ് ആണെങ്കിലും സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ലെവലിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ 2019 ഞാൻ ഇത് പറയുന്ന സമയത്ത് ഇതെനിക്ക് കൺവേ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ വളർന്നു വന്ന ഒരാളാണ്. എൻ്റെ ഫാമിലിയിൽ ഒരുപാട് പേര് ബിസിനസ് ഒന്നും ചെയ്യുന്ന ആൾക്കാരല്ല, ഓൺട്രപ്രണേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ഇല്ല. അപ്പോൾ എനിക്ക് ആരും ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ആരും ഇല്ല. അപ്പോൾ പക്ഷേ എനിക്ക് ആകെ കൺവേ ചെയ്യേണ്ടത്, കൺവിൻസ് ചെയ്യുക എന്നുള്ളതല്ല, അവർക്കറിയാം. ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കാലം തൊട്ടേ ഞാൻ എപ്പോഴും എൻ്റെ ഫാദറിൻ്റെ അടുത്ത് പറയുന്നൊരു ഡയലോഗുണ്ട്, ഒരു തട്ടുകടയാണെങ്കിലും ഞാൻ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ബെസ്റ്റ് തട്ടുകടയായിരിക്കും ഞാൻ ഇടുന്നതെന്ന് ഒരു ഡയലോഗ് എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കറിയാം ഞാൻ എന്തായാലും ബിസിനസ്സേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ, ഇനി എന്തൊക്കെ ജോലി ചെയ്താലും അവസാനം ഇതിൽ തന്നെ ചെന്നെത്തും എന്നുള്ളത് അറിയാം. സോ അവരെ മാത്രമേ എനിക്ക് കൺവിൻസ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ പേരൻസിനോട് ഞാനിങ്ങനെ പറഞ്ഞു, ഇതുപോലെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അവർക്കറിയാം ഇത്രയും ഒരു കാര്യത്തിൽ ഒരാൾ ഉറച്ചു നിൽക്കുന്നുണ്ട്, മാറ്റമില്ലാതെ പറയുന്നുണ്ടെങ്കിൽ അയാൾക്കത് അത്രമേൽ അതിനകത്ത് ആഗ്രഹമുണ്ടെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. എനിക്ക് എൻ്റെ ഉള്ളിൽ ദൈവം എനിക്ക് ആ ഒരു ഗൈഡൻസ്, വെളിച്ചം എനിക്ക് തന്നിട്ടുണ്ടെന്നുള്ളതാണ്. കാര്യം ആ സമയത്ത് എനിക്ക് ഇൻറ്റ്യൂഷൻ കറക്റ്റായിട്ട് തരുന്നത് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഒരു ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണെന്ന് പറയാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2020 ജാനുവരിയിൽ ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് വേറെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് ഓഫീസസ് കാര്യങ്ങളെല്ലാം പോയി കാണുന്നുണ്ട്, ട്രിവാൻഡ്രത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഓഫീസ് കിട്ടുന്നില്ല. അങ്ങനെ അവസാനം എങ്ങും കിട്ടാതെ വന്ന് ലാസ്റ്റ് ഒരിടത്ത് ഓക്കെ കിട്ടും എന്ന് ലാസ്റ്റ് ഉറപ്പിച്ച സ്ഥലത്ത് അവസാനം അതും നമുക്ക് കിട്ടാതെയായി. അപ്പോൾ ഞാനിങ്ങനെ എല്ലാം ഷെയർ ചെയ്യുന്ന എൻ്റെ മമ്മിയുടെ അടുത്താണ്. ഞാനിങ്ങനെ പറഞ്ഞു, എന്തുകൊണ്ടാണോ അതും കിട്ടാതായല്ലോ, എന്തുകൊണ്ടാണ് അത് കിട്ടാതായത്? മമ്മി പറഞ്ഞു, കുഴപ്പമില്ല, നീ പേടിക്കണ്ട, ദൈവത്തിന് എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണും, അതുകൊണ്ട് പേടിക്കേണ്ട, നീ എന്തായാലും സ്റ്റാർട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചോളൂ, നീ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ 2020 പിന്നെ നമ്മൾ നമ്മുടെ വീടിൻ്റെ മുകളിൽ തന്നെ ഒരു ഓഫീസ് സ്പേസ് സെറ്റ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കോണ്ടന്റ് മാർക്കറ്റിംഗ് ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ പിന്നെ നമ്മൾ പല ക്ലയൻസുകൾ നമുക്ക് കിട്ടുന്നു. അത് എസ്പെഷ്യലി കോവിഡ് ഹിറ്റ് ആവുന്ന സമയമാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, യെസ്, നമ്മളൊരു വേറൊരു ഓഫീസിൽ പോയി എടുത്തിരുന്നെങ്കിൽ അത് വലിയൊരു ചലഞ്ചായിട്ട് മാറിയേനെ. രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് തന്നെ നല്ല സ്റ്റാഫ്സുകളെ നമുക്ക് കിട്ടി, നല്ല ടീമിനെ കിട്ടി. കാരണം പല ആൾക്കാരും പല സ്ഥലത്തിരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ, പക്ഷേ യൂണീക്ക് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള സ്റ്റാഫുകളെ നമുക്ക് കിട്ടി. പല ആൾക്കാർ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരെ കിട്ടി. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഫ്രീലാൻസ് ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ അന്ന് ആ ഒരു കോവിഡിൻ്റെ ടൈമിൽ ഒരുപാട് പേര് നല്ല രീതിയിലുള്ള ഇൻകം അല്ലെങ്കിൽ അവർക്ക് വർക്കുകൾ കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതും ഒരു ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വർഷം എനിക്ക് മാറി എന്നുള്ളതാണ്. അതിനുശേഷം അതുമാത്രമല്ല, നമ്മൾക്ക് എങ്ങനെ ക്ലയൻസിനെ കിട്ടും, നേരത്തെ ഉള്ള ക്ലയൻസുകളൊക്കെ ഉണ്ട്, പക്ഷേ എങ്ങനെ പുതിയ ക്ലയൻസിനെ കിട്ടും എന്നുള്ള ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ഈ ഒരു കോവിഡ് ആയതുകൊണ്ട് തന്നെ USA നിന്നും UAE നിന്നും ഒക്കെ ഉള്ള ക്ലയൻസുകൾ നാട്ടിൽ, എസ്പെഷ്യലി നമ്മൾ ട്രെയിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെയായിരുന്നു നമ്മൾ അന്ന് ക്ലയൻ്റായിട്ട് എടുക്കുന്നത്. അല്ലാതെ ബിസിനസ്സിലുള്ള ആൾക്കാരുടെ വർക്കുകൾ നമ്മൾ എടുക്കുന്നുണ്ട്, പക്ഷേ എങ്കിലും ആ ഒരു ഫീൽഡിലുള്ളവരാണ് കൂടുതലായിട്ട് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം കണക്റ്റ് ആവുകയും എസ്പെഷ്യലി അവർ പറയുന്ന കാര്യങ്ങൾ
കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുകയും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ എന്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഒരു കോഴ്സ് ബിൽഡ് ചെയ്യണമെങ്കിൽ കോഴ്സ് ബിൽഡ് ചെയ്യാൻ, അതുപോലെ തന്നെ പിന്നെ നമുക്ക് പിന്നെ പല പ്ലാറ്റ്ഫോംസും അന്നത്തെ പിന്നെ ഈ കോഴ്സസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ, കജാബി പോലത്തുള്ള പ്ലാറ്റ്ഫോംസ്, അതൊക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെ കോഴ്സസ് എഡിറ്റ് ചെയ്ത് അതിനകത്ത് ഇത് ചെയ്യണം, അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യണം, യൂട്യൂബ് വീഡിയോസ് എഡിറ്റിംഗ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു പിന്നെ ജേർണി നന്നായിട്ട് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വർഷം പോയി. ആക്ച്വലി എനിക്ക് ബിസിനസ്സിനോടൊപ്പം തന്നെ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം, ഏജൻസി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് പിന്നെ ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രെയിനിങ്സുകൾ ഞാൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ട്രെയിനിങ്സുകൾ ഞാൻ എടുക്കാറുണ്ട്. പക്ഷേ എന്നാൽ പോലും ട്രെയിനിങ്സ് എടുക്കുമ്പോൾ എനിക്കൊരു നിർബന്ധമുണ്ട്. ബിസിനസ് റിലേറ്റഡ് ട്രെയിനിങ്സ് എടുക്കുമ്പോൾ ബിസിനസ് ചെയ്ത് എന്ന് വെച്ചാൽ ട്രെയിനിങ് തന്നെ ഒരു ബിസിനസ്സാണ്. ആക്ച്വലി പലർക്കും അത് അറിയത്തില്ല. ട്രെയിനിങ് തന്നെ നല്ല രീതിയിലേക്ക് ഒരു ബിസിനസ്സായിട്ട് കൊണ്ടു നടക്കേണ്ട കാര്യമാണ്. പക്ഷേ അല്ലാതെ ഒരു ബിസിനസ് ചെയ്യണം, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്രൊഫഷനിൽ എനിക്ക് ബിസിനസ് ചെയ്യുകയും അതിനകത്തുനിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങൾ എനിക്ക് ട്രെയിനിങ്സിൽ പറഞ്ഞു കൊടുക്കണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ആ രീതിയിലും കൂടെ വേണം എന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. 2021 ഒരു മാർച്ചൊക്കെ ആയ സമയത്ത്, ജനുവരി മാർച്ചൊക്കെ സമയത്ത് എനിക്ക് ഈ ബിസിനസ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ, പല പ്രശ്നങ്ങൾ ബിസിനസ്സിൽ നേരിടാൻ തുടങ്ങി. കാര്യം വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് അറിയാത്തതുകൊണ്ട് എങ്ങനെയാണത് കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണ് ഒരു നല്ല രീതിയിലൊരു പ്രപ്പോസൽ തയ്യാറാക്കേണ്ടത്, പല കാര്യങ്ങളും നമുക്ക് ചലഞ്ചസ് വരും. നമ്മൾ ബിസിനസ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പം അതിനകത്ത് എനിക്കൊരു കറക്റ്റ് ഗൈഡൻസോ ഒരു മെൻറ്റർഷിപ്പോ തരാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആകെ സ്റ്റക്കായി. ഇത് എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊരു തോട്ട് പ്രോസസ്സിലോട്ട് ഞാൻ മാറി. പക്ഷെ ആ ഒരു ചലഞ്ചും എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റി. പക്ഷേ ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉണ്ടാകുന്ന പല തോട്ടുകളും ഇതൊക്കെ ഇങ്ങനെ തന്നെയാണോ വർക്ക് ആവുന്നതെന്നൊരു കൺഫ്യൂഷൻസ് ചിലപ്പം വരുമല്ലോ. അതിനെന്നെ ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവായിട്ടുള്ള ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന ഒരു ചാനലാണ് ക്രിസ്ഡുവിൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, ദ ഫ്യൂച്ചർ എന്നാണ് ആ യൂട്യൂബ് ചാനൽ. ആ വീഡിയോസ് കാണുമ്പോഴത്തേക്കും നമുക്ക് എനിക്ക് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടി. യെസ്, ഞാൻ ചിന്തിക്കുന്ന തോട്ട് പ്രോസസ്സ് കറക്റ്റാണ്, എങ്ങനെയാണ് ഞാൻ പിന്നെ പോകുന്ന പാത്ത് കറക്റ്റാണ് എന്നൊരു ക്ലാരിറ്റി കിട്ടി. അതോടൊപ്പം തന്നെ ആ ഒരു ടൈമിൽ എനിക്ക് വന്ന ഒരു വർക്ക്, അൻവർ സാം എന്ന് പറയുന്ന ഒരു ട്രെയിനറിൻ്റെ വർക്ക് നമുക്ക് വരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി അദ്ദേഹത്തോട് പറയുന്നു, പിന്നെ നമ്മളിങ്ങനെ വർക്കുകളൊന്നും എടുക്കുന്നില്ല, ഞാനൊരു പിന്നെ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയമാണ്, അപ്പോൾ അതുകൊണ്ട് ഞാനിത് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം എനിക്ക് തന്ന ഒരു കോൺഫിഡൻസ് ഒരു പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് എ ഒരു മെൻറ്ററായിട്ട് നിന്ന് ഒരു ക്ലൈൻ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ ചിലപ്പം നമ്മൾ പല കാര്യങ്ങൾക്കും അങ്ങനെ അല്ല ഇങ്ങനെ എന്നൊക്കെ പറയാനുള്ള ചാൻസസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവർക്ക് ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ പറയാൻ ചാൻസ് ഉണ്ടല്ലോ. പക്ഷേ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസും വാല്യൂം ഉണ്ടായതുകൊണ്ട് ഇനി പിന്നെ ഓരോ കാര്യങ്ങളിലാണെങ്കിലും അതിനുള്ള ഒരു വാല്യൂ ചാർജ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും പിന്നെ അത് ജോയിഷ് തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് കോൺഫിഡൻസോട് കൂടി എനിക്ക് ആ വർക്ക് വീണ്ടും എന്നെ അദ്ദേഹം ഏൽപ്പിക്കുന്നത്, അത് എനിക്ക് തന്നൊരു കോൺഫിഡൻസ് വളരെ വലുതാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്യണം എന്ന് തീരുമാനിച്ച സമയത്താണ് അദ്ദേഹം റീ എൻട്രി എൻ്റെ ലൈഫിലേക്ക് വരുന്നത്. ആ വർക്ക് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു 2 months അതൊരു ബുക്കിൻ്റെ പ്രോജക്റ്റ് ആയിരുന്നു. ആ ബുക്കിൻ്റെ പ്രോജക്റ്റ് നല്ല രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചു. അത് നല്ല രീതിയിൽ, അതൊരു സ്റ്റോറിയായിട്ട് വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റീസ്റ്റാർട്ട് ചെയ്യുന്നല്ല, ഒരു ജസ്റ്റ് ഒരു 1 month 2 months നമ്മൾ ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഏജൻസി കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ ഇതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതുപോലെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ബാക്കിയുള്ള കാര്യം ചെയ്യുന്ന അതിനൊരു കാരണമുണ്ട്. നമ്മൾ എഴുതുന്ന കോണ്ടന്റ് മാർക്കറ്റിംഗ് കൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് റിസൾട്ട് ഉണ്ടാകുകയും സെയിൽസ് നടക്കുന്നത് അൾട്ടിമേറ്റ് സെയിൽസാണ്. നമ്മുടെ ബിസിനസ്സിലെല്ലാം ഏജൻസിയിൽ എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം, നമ്മുടെ ക്ലയൻറ്റിന് സെയിൽസ് ഉണ്ടോ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നുണ്ടോ, ഇത് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ വേറെ എന്ത് ഉണ്ടോ എന്നുള്ളതിനേക്കാൾ ഞാൻ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് നമുക്ക് തരുന്ന ഈ പൈസയ്ക്ക് അതിൻ്റെ ഇരട്ടിയായിട്ട് ബെനിഫിറ്റ് അവർക്ക് കിട്ടുന്നുണ്ടോ, അതാണ് എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം. ഇതില്ലാന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ പറയും യെസ് ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തോ എന്ന് പറയുന്ന, അല്ലെങ്കിൽ എനിക്ക് അതിനകത്ത് നിന്ന് നമുക്ക് നമ്മുടെ ഏജൻസിക്ക് പൈസ വരണം എന്നുള്ളൊരു ചിന്തയല്ല. അതിനൊക്കെ ഉപരിയായിട്ട് എങ്ങനെ അവർക്കൊരു റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാം, അതിൽ നിന്നുള്ള ഒരു ഇൻകം നമുക്ക് എങ്ങനെ നമുക്ക് കിട്ടും എന്നുള്ള ലെവലിലാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കാറുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ ഒരു കാര്യം ഉള്ളതുകൊണ്ട് പിന്നെ എനിക്ക് മനസ്സിലായി യെസ് നമുക്ക് പുതിയ കാര്യങ്ങൾ കൂടി ഇൻകോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിട്ട് ആളുകൾക്ക് റിസൾട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ പതിയാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് റിസൾട്ടിലേക്ക് നമ്മൾ പോകുന്നത്. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാമേ പതിയെ പോകുന്ന പാത്തിലാണ് പല കാര്യങ്ങളും ആഡ് ചെയ്ത് പോയത്. എല്ലാമേ മനസ്സിലാക്കിക്കൊണ്ട് ഇതാണ് എനിക്ക് വേണ്ട അങ്ങനെ അല്ല പോയത്. പക്ഷേ ഞാൻ പോകുന്ന ജേർണിയിലാണ് എനിക്ക് ഓരോ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് വന്നത്. അപ്പോൾ എനിക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും പറയേണ്ട കാര്യം, നിങ്ങൾക്കൊരു കാര്യത്തിനെ പറ്റി ക്ലാരിറ്റി ഇല്ല, പക്ഷേ എനിക്ക് ഇന്നതാവണം എന്നൊരു ഡയറക്ഷനുണ്ട്, ഒരു എൻഡ് പോയിന്റ് അറിയാം, പക്ഷേ പോകേണ്ട പാത്ത് നിങ്ങൾക്ക് അറിഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്
ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് ക്ലാരിറ്റി കിട്ടും. മുന്നുള്ള കുറച്ച് ദൂരം സഞ്ചരിക്കാനുള്ള വെട്ടം നിങ്ങളുടെ കയ്യിലുണ്ടോ, അത് മതി. അത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അത് മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക, ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. മൈൻഡ് സെറ്റ്, ബിസിനസ് റിലേറ്റഡ് ആയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പോസിറ്റീവായ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഞങ്ങൾക്കുണ്ട്. ആ ഫാമിലിയിലേക്ക് നിങ്ങളും വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇന്ന് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ ചാനൽ ഷെയർ ചെയ്യുക.